ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റിൻസീസ് ടേസ്റ്റി ബൈറ്റ്സ്. ഇന്ന് ഞാനിവിടെ ഫുഡിൻ്റെ വ്ളോഗല്ല, ചെറിയൊരു ചെടിത്തോട്ടം പച്ചക്കറിത്തോട്ടങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലേ, അത് വെച്ചിരിക്കുന്ന ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ചെടികളാണിത് മൊത്തം. അപ്പോൾ അവർക്ക് ചെറിയൊരു കോറിഡോറുണ്ട്, അപ്പോൾ കിച്ചൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ അവിടെ അവർ നാട്ടിൽ ഷോർട്ട് വെക്കേഷന് പോയതുകൊണ്ട് നമ്മളാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ചെടികളും പച്ചക്കറിത്തോട്ടമൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ പാവൽ തോട്ടമുണ്ട്, തക്കാളി, വെണ്ടക്ക, പിന്നെ പച്ചമുളക്, ഇതൊക്കെ വളർന്ന് നന്നായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാനാണ് ഞങ്ങളിപ്പോൾ അവിടെ ചെന്നിരിക്കുന്നത്. അപ്പം ഞാൻ ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ചെറിയ സ്ഥലമുള്ളെങ്കിലും നാട്ടിലെ പോലെ അല്ലല്ലോ, ഇവിടെയൊക്കെ ചെറിയ ബാൽക്കണികളും ചെറിയൊരു കോറിഡോറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് പച്ചപ്പ് പിടിപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കും. റൈറ്റ് സൈഡിൽ കുറച്ച് ചെടികളുണ്ട്, മണി പ്ലാന്റ്, റോസ് ഉണ്ട്, മുല്ല, തക്കാളി. അപ്പം നാട്ടിൽ നിന്ന് ഇതിൻ്റെ വിത്തുകളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ തന്നെ പറ്റും, പക്ഷേ ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിലും. പക്ഷേ ഇൻഡോറിലും ചെയ്യണ ആൾക്കാരുണ്ട്. ഇത് റൈറ്റ് സൈഡിൽ വെച്ചിരിക്കുന്ന ചെടികളാണ്. എല്ലാം പച്ചക്കറി ജൈവവളങ്ങൾ മാത്രമേ ഉള്ളൂ, രാസവളങ്ങളൊന്നും ഇതിനിടുന്നില്ല. നമ്മുടെ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റുകൾ, അതൊക്കെയാണ് ഇതിൻ്റെ വളം. പിന്നെ ഡെയിലി ഇച്ചിരി നനച്ചു കൊടുക്കും. പിന്നെ ഇൻഡോർ ചെടികളാണുള്ളത്, കാക്ടസ്, സിസി പ്ലാന്റ്, മണി പ്ലാന്റ്, ബാംബു. ഇതിനൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പം ഒരു 3 days കൂടുമ്പോഴൊക്കെ വീക്കിലി 2 ഒക്കെ ഒഴിച്ചാൽ മതി. നമ്മുടെ വീട്ടിലും ഇതുപോലെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഞാനിത് കാണിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇച്ചിരി സ്ഥലമുള്ളോ വീടിൻ്റെ അകത്തുള്ള എന്തെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ കുറച്ച് സ്ഥലത്ത് നന്നായി ഒതുക്കത്തിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. സ്നേക്ക് പ്ലാന്റ്, സിസി പ്ലാന്റ്. കുറച്ച് വെള്ളം ഒഴിക്കാൻ ഇതിനെല്ലാത്തിനും പാടുള്ളൂ. അപ്പോൾ ഈ ചെടികളൊക്കെ എപ്പോഴും നന്നായിട്ട് തന്നെ ഇരിക്കുന്നു. എല്ലാ ചെടികളും നമുക്ക് ഒരു ചെറിയൊരു ഭിത്തിയുമേ ഒരു ചെറിയൊരു ബെഞ്ച് പിടിപ്പിച്ചിട്ട് അതുമേയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചെടികൾ നമ്മൾക്ക് വയ്ക്കാമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ചെടി ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒരു സന്തോഷം തരുന്ന കാര്യമില്ലേ, രാവിലെ എണീറ്റ് വരുമ്പോൾ ചെടികളൊക്കെ നിൽക്കണം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഈ ചെടികളൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു, ഒരു വാട്ടമൊന്നുമില്ല. കുറേ വർഷങ്ങളായി അത് വെച്ചിട്ട്, ഇപ്പോൾ 1 വർഷം മേലെ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇത് ചെറിയൊരു പൈപ്പുമോ ചേച്ചി തന്നെ അത് പിടിപ്പിച്ചേക്കുന്നതാണ്, മണി പ്ലാന്റ്.